ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാട്ടോ. നമ്മുടെ വീടൊക്കെ അലങ്കരിക്കാൻ പറ്റിയത് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാഴ്വസ്തുക്കൾ എന്നൊക്കെ പറയില്ല, നമ്മൾ വേസ്റ്റിൽ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ലാപ്ടോപ്പിൻ്റെ കവർ, ഒരു പാക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് പോലത്തെ ലാപ്ടോപ്പിൻ്റെ കവർ കൊണ്ടിട്ടില്ലേ, ആ കവർ വെച്ചിട്ടുണ്ടാക്കിയ ഒരു വാൾ ഡെക്കറാണ് കേട്ടോ. നമ്മുടെ വീട് അലങ്കരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. ഇത് 10 പൈസ ചിലവില്ലാതെ നമുക്ക് എങ്ങനെ വീട് അലങ്കരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, അപ്പോഴേ എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഇത് ഞാൻ ആ ലാപ്ടോപ്പിൻ്റെ കവർ ഞാൻ മുഴുവൻ 4 ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടി എടുത്തിട്ട് ഓരോരോ ഭാഗങ്ങൾ എടുത്തിട്ട് 4 സൈഡും ഞാനൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഏത് ഐഡിയയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. അപ്പോൾ അത് എന്നിട്ട് 4 ഭാഗവും നമുക്ക് ഒട്ടിയ ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ചെയ്യുന്നത് ഇതിന് ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നല്ലതുപോലെ സൈഡൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളിൽ നല്ല വൈറ്റ് കളർ പേപ്പറും വെച്ചിട്ട്, പിന്നെ അതുപോലെ എനിക്കത് കുറച്ചങ്ങോട്ട് ഭംഗിയില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഗിഫ്റ്റ് പേപ്പർ, നല്ല പേപ്പറുകൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഞാൻ സ്റ്റിക്കർ റോളാണ് കേട്ടോ. നമ്മുടെ പ്രിൻ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യാൻവ ഇത് പിൻട്രസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറേ ഡൗൺലോഡ് ചെയ്തെടുക്കാം, നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ. അത് നോക്കി ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ സ്റ്റിക്കർ റോളാണ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡൊക്കെ ഞാൻ ഒരു പല പല ഷേപ്പുകളിലായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലൊക്കെ ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അത് ഓരോ രീതികളിലായിട്ട് നമുക്ക് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഒരു ദീപാവലിക്ക് അല്ലെങ്കിൽ ഫെസ്റ്റിവലിനൊക്കെ നമുക്ക് ഇങ്ങനെ വാൾ ഡെക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, നമ്മുടെ ഇത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ രീതികളിൽ ഞാൻ കുറേ സ്റ്റിക്കറെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാൻ ഓരോ പല ഞാൻ നമ്മുടെ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് ആ കാർഡ്ബോർഡ് ബോക്സ് ഓരോ ഷേപ്പിലും മുറിച്ചതെല്ലാം അതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് നല്ലോണം. എന്നിട്ട് അതിൽ ഞാൻ ഈ സ്റ്റിക്കറുകളെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നോക്കി എന്തൊരു ഭംഗിയാണ് അത് കാണാൻ. ഇത് നമ്മുടെ വാൾ ഡെക്കറിൽ വയ്ക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്. നമ്മൾ ഉണ്ടാക്കിയ സാധനമല്ലേ, 10 പൈസ ചിലവില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീട് നമുക്ക് അലങ്കരിച്ചെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അതുപോലെ വീഡിയോസ് ഇതിൻ്റെ ഷോർട്സൊക്കെ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയതാണ്, നമ്മുടെ ക്രാഫ്റ്റ് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഏത് വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത്, വ്ളോഗിങ് ആണോ ക്രാഫ്റ്റ് ആണോ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഫുഡ് വ്ളോഗും എല്ലാ ഷോപ്പിംഗ് വ്ളോഗും അല്ലാത്ത ഔട്ട്സൈഡ് വ്ളോഗ് അങ്ങനെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് എന്നോടൊന്ന് പറയണേ.